ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നത് നോക്കാം. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സിന് വേണ്ടിയിട്ടുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സേൽസ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നാം ഏതൊക്കെ പ്രേക്ഷകർ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഓക്കെ, എന്നിട്ടും ലൈഫിൽ വലിയ മാറ്റങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സജഷനാണ് പ്രേക്ഷകരുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്തിൽ ഇല്ലാത്ത നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 16/8/1989. ഓക്കെ, സോ 16/8/1989 5 എന്ന നമ്പർ ഇല്ല, 2 എന്ന നമ്പർ ഇല്ല. ഓക്കെ, സോ ഈ നമ്പേഴ്സ് റിലേറ്റഡ് ക്രിസ്റ്റൽസ് ഉണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണത് പറയുന്നത്? ബിക്കോസ് ഈ മിസ്സിംഗ് നമ്പേഴ്സ് ചില സമയത്ത് നമ്മൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമനുസരിച്ചുള്ള ഒരു ക്രിസ്റ്റൽ ഇടുമ്പോൾ ഈ മിസ്സിംഗ് നമ്പേഴ്സ് കാരണം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുമായിരിക്കാം പ്രേക്ഷകരുടെ ലൈഫിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്. സോ വാട്ട് യു ക്യാൻ ഡു ഈസ് മിസ്സിംഗ് നമ്പേഴ്സ് നോക്കുക ആൻഡ് മിസ്സിംഗ് നമ്പേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ധരിക്കുക. ഓക്കെ, അത് വളരെ ഇഫക്റ്റീവായിട്ട് വരാറുണ്ട്. ഓക്കെ, ഇഫ് യു ആർ ഓൾറെഡി വെയറിങ് ക്രിസ്റ്റൽസ്, ഓൾറൈറ്റ്, ഓൾറെഡി നിങ്ങൾ വെയർ ചെയ്യുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ദെൻ ഗോ ഫോർ ദ മിസ്സിംഗ് നമ്പർ ക്രിസ്റ്റൽസ്. ഓൾറൈറ്റ്. സോ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എന്താണ് പ്രേക്ഷകർക്ക്. കിങ് ഓഫ് കപ്സ്, 4 of cups, queen of wands, 9 of sword, ക്വീൻ ഓഫ് സോഡ്. ഓക്കെ, സോ ഇന്നത്തെ ദിവസം പ്രേക്ഷകരോട് പറയുന്നത് എവിടെയോ പ്രേക്ഷകരുടെ ഇമോഷൻസ് ബാലൻസിലല്ല. ഓക്കെ, ആൻഡ് അതിന് ഏറ്റവും വലിയ കാരണം പ്രേക്ഷകരുടെ ബോർഡമാണ്. ഓക്കെ, നിങ്ങൾ ബോർ ഫീൽ ചെയ്യുന്നുണ്ട്, ഓർ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആൾക്കാരില്ലായിരിക്കാം, അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ല എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട്. ഓക്കെ, പ്രേക്ഷകർക്ക് റിഗ്രറ്റ്സ് ഉണ്ടാകാം, നേരത്തെ ചില കാര്യങ്ങൾ നടന്നത് നിങ്ങളെ വലിയധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടാകാം. സോ ഇത് നിങ്ങളുടെ ഇമോഷൻസിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അത് ഇമോഷൻസിനെ മാത്രമല്ല ബാധിക്കുന്നത്, നിങ്ങളുടെ കഴിവിനെയും ബാധിക്കുന്നുണ്ട്. ചില പ്രേക്ഷകർക്ക് ഉറക്കം തന്നെ ഇല്ല. ഓക്കെ, ഉറക്കമില്ല, നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ആൻഡ് സ്ട്രെസ് ഉണ്ടാകുന്നു. മിനിമം എമൗണ്ട് ഓഫ് അവേഴ്സാണ് നിങ്ങൾ ഉറങ്ങുന്നത്. അത് നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മൂഡ് വളരെ ബുദ്ധിമുട്ടിലാണ്. ദാറ്റ് ഈസ് അഗ്രസീവ്നെസ്, ആംഗ്രി, വളരെ ദേഷ്യം. ഓക്കെ, പെട്ടെന്ന് എടുക്കുന്ന ഡിസിഷൻസ്, റെസ്റ്റ്ലെസ്നെസ് ഒത്തിരി ഉണ്ട്. ഓക്കെ, സോ ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത് 3 കാര്യങ്ങളിൽ ശ്രദ്ധിക്കൂ. ഒന്ന്, ഇമോഷൻസ് ബാലൻസ് ചെയ്യൂ. ഓക്കെ, ഏത് കാര്യം നിങ്ങളുടെ കയ്യിലില്ല അതിനെ സറണ്ടർ ചെയ്തോളൂ. ഓക്കെ, ബിക്കോസ് എന്തായാലും പ്രേക്ഷകർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. സോ സറണ്ടർ ചെയ്യൂ. നിങ്ങളുടെ കഴിവ്, ആ കഴിവിന് മുൻഗണന കൊടുക്കൂ. ഓക്കെ, എന്താണോ പ്രേക്ഷകർ ചെയ്യുന്നത്, ഓൺലൈൻ ബിസിനസ്സാണ്, ഓഫ്ലൈൻ ബിസിനസ്സാണ്, നിങ്ങളുടെ ജോബ് ഉണ്ട്, ഡിസ്റ്റൻറ്റ് വഴി ചെയ്യുന്ന ജോലികളാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ കഴിവിനെ വലുതാക്കൂ, സ്കിൽസിനെ വളർത്തൂ. ഓക്കെ, അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കൂ. 2, ഇടപെടുന്ന രീതികൾ. ഓക്കെ, പ്രേക്ഷകരുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ ശ്രദ്ധിക്കൂ. സംസാരിക്കുന്ന രീതി എങ്ങനെയാണ്. ഓക്കെ, ദേഷ്യമേറെയാണെങ്കിൽ കൂടുതൽ കാംനെസ് ആൻഡ് പീസ് കൊണ്ടുവരൂ ലൈഫിൽ. ഓക്കെ, പെട്ടെന്ന് എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ സന്തുലിതം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സോ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കൂ എന്നതാണ് പ്രേക്ഷകരോട് ഇന്നത്തെ ദിവസം പറയുന്നത്. Seven of Wands, 4 of Wands, 2 of Wands and High Priestess. Okay, Wandsന്റെ എനർജിയാണ്. ദാറ്റ് ഈസ് എൻതൂസിയാസ്റ്റിക് എനർജി ലൈഫിൽ കൊണ്ടുവരൂ. ഓക്കെ, പ്രേക്ഷകർക്കൊന്നും ചെയ്യാൻ തോന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇരിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. ഓക്കെ, ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ ചുറ്റിന് എനർജി വളരെ നല്ലതാണ്. ആ എനർജിയെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കൂ മാക്സിമം. സപ്പോസ് ഇന്ന് ഹോൾ ഡേ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അരമണിക്കൂർ പ്രേക്ഷകർക്ക് ജോലി ചെയ്യാൻ പറ്റിയാൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യൂ. ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ കാര്യം
ചെയ്തിരുന്നു. ഓക്കെ, ഈവൻ തോ അത് അരമണിക്കൂറാണ്, ഈവൻ തോ അത് 10 മിനിറ്റ് ആണ്, ഡസൻ മാറ്റർ. ഓക്കെ, ബിക്കോസ് ഒന്നും ചെയ്തില്ല ആൻഡ് ഇത്രയെങ്കിലും ചെയ്തു, അതിലൊത്തിരി വ്യത്യാസമുണ്ട്. സോ ഇവിടെ പറയുന്നത് വോൺസിൻ്റെ എനർജിയാണ്, ബ്യൂട്ടിഫുൾ എനർജിയാണ്, ആക്ഷൻ്റെ എനർജിയാണ്. ഓക്കെ, എന്തെങ്കിലും ചെയ്തെടുക്കാനുള്ള എനർജിയാണ്. അത് ചെയ്യൂ. പെൻഡിങ് വർക്ക്സ് ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ചെയ്യൂ. അത് വീട്ടിലായിക്കോട്ടെ, നിങ്ങളുടെ ജോലി സ്ഥലത്തായിക്കോട്ടെ, പെൻഡിങ് ആയിട്ട് ഇട്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ടാകാം. ഓക്കെ, ചെയ്ത് തീർക്കാനുള്ള പല കാര്യങ്ങളുണ്ടാകാം. അത് ചെയ്ത് തീർക്കൂ എന്നതാണ് പറയുന്നത്. പ്രേക്ഷകരുടെ പ്രയോറിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പ്രേക്ഷകർ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത്, അതിൽ ഉറച്ചു നിൽക്കൂ എന്നതും പറയുന്നുണ്ട്. 4 ഓഫ് വൺസ് ആണ്. വീട്ടിലുള്ളവരെ, അവരെ ശ്രദ്ധിക്കൂ, നിങ്ങളുടെ വീടിനെ ശ്രദ്ധിക്കൂ. ഓക്കെ, സന്തോഷം എവിടെയാണ് തുടങ്ങുന്നത്? ഫാമിലിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ വീട് ആയിട്ട് തുടങ്ങാം. സോ വീട്ടിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യൂ, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യൂ, അവിടെ സന്തോഷം കൊണ്ടുവരൂ. ചില പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിവസം ഒരു പ്രപ്പോസൽ കിട്ടാം, മാരേജ് പ്രപ്പോസൽ ഓർ ലവ് പ്രപ്പോസൽ ലഭിക്കാവുന്നതാണ്. 2 ഓഫ് വൺസ് ആണ്. പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിവസം ഒരു തിയറി സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തൊക്കെ ചെയ്തെടുക്കണം ഒരാഴ്ചയിൽ. ഓക്കെ, അത് ആ ആഴ്ചയിൽ ചെയ്ത് എടുക്കേണ്ട കാര്യങ്ങൾ ടു ഡു ലിസ്റ്റിൽ ചെയ്തു വെക്കൂ. ആൻഡ് 1 ബൈ 1 സമയം കിട്ടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മൂഡിൻ്റെ അനുസരിച്ച് ചെയ്തെടുക്കൂ എന്നതാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ലൈഫിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസത്തെ. ഓക്കെ, ആ കൺട്രോളിൽ കൊണ്ടുവരാൻ ശ്രമിക്കൂ മൈൻഡിനെ. ഹൈ പ്രീസ്റ്റസ് ആണ്. ഏറെ അക്നോളജ്മെൻറ്റ് ഉണ്ട് ഇന്നത്തെ ദിവസം. ഓക്കെ, ദാറ്റ് മീൻസ് പ്രേക്ഷകർക്ക് അറിഞ്ഞോ അറിയാതെയോ പല കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. പ്രേക്ഷകർ ആ കാര്യത്തിൽ ശ്രദ്ധിച്ച് നേടുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതോ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളായിക്കോട്ടെ, പക്ഷെ ഓട്ടോമാറ്റിക്കലി പ്രേക്ഷകർക്ക് ഹിൻറ്റ് ലഭിക്കുന്നതാണ്. ഈ കാര്യം ഇങ്ങനെ നടന്നെങ്കിൽ എന്തുകൊണ്ട് നടന്നു, ഓക്കെ, ഈ കാര്യം അവരുടെ ലൈഫിൽ നടന്നെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ. ഓക്കെ, സ്പിരിച്വൽ ലെവലിലുള്ള റീസൺസ് ആണ് പ്രേക്ഷകർക്ക് അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ചില പ്രേക്ഷകർക്ക് ഇന്ന് ചില ആൾക്കാരെ കുറിച്ചുള്ള സീക്രറ്റ്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഈ സീക്രറ്റ്സ് നിങ്ങളോട് ആരെങ്കിലും വന്ന് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, സോ അതെന്താണെന്നുള്ളതും മനസ്സിൽ തന്നെ വെക്കുക. ഇത് നിങ്ങളുടെ നോളജിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഓക്കെ, വാട്ട് എൽസ്? A time to give rather than take. റെസ്റ്റ് എടുക്കൂ. ഓക്കെ, പെർട്ടിക്കുലർലി മൈൻഡിന് റെസ്റ്റ് കൊടുക്കൂ, മെഡിറ്റേഷൻ ചെയ്യൂ, അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പ്രേക്ഷകരെ സഹായിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സഹായം വേണമെന്നുണ്ടെങ്കിൽ സഹായിക്കൂ എന്നതാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ. ഏതൊരു കാര്യം ആരോടും പറയുമ്പോഴും നന്നായി വ്യക്തമായി പറയൂ. ഈവൻ തോ പ്രേക്ഷകരുടെ ദൈവത്തിനോടാണ് കാര്യങ്ങൾ പറയുന്നെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് പറയൂ. എന്താണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ജീവിതത്തിൽ നടക്കുന്നത്, എന്താണ് വേണ്ടത്, ഫ്യൂച്ചറിലേക്ക് എന്താണ് വേണ്ടത്, അത് വ്യക്തമായി പറയൂ. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ്. പ്രേക്ഷകർക്കേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരുന്നതാണ് ലൈഫിൽ. ഓക്കെ, സോ സാറ്റർൻ എനർജി ഏറെയുള്ള പ്രേക്ഷകരാണ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഏറെ വേണ്ടി വരും നിങ്ങളുടെ കാര്യങ്ങൾ പരിപൂർണതയിൽ എത്താൻ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഐ തിങ്ക് അഫർമേഷനും കൂടി എടുക്കാൻ എനിക്ക് ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. വിൽ ടേക്ക് 1 അഫർമേഷൻ. എന്താണ് ഇന്നത്തെ ദിവസം പ്രേക്ഷകർക്ക് വേണ്ട അഫർമേഷൻ? ഐ ക്യാൻ റിലീസ് ഏൻഷ്യൻ പെയിൻ സിംപ്ലി ബൈ ഫീലിംഗ് ഇറ്റ്. ഓക്കെ, സോ പ്രേക്ഷകരോട് പറയുന്നത് പ്രേക്ഷകരുടെ ഈ വേദന എന്താണോ പ്രേക്ഷകരെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് അതിനെ റിലീസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതിനെ ഫീൽ ചെയ്തിട്ട്. ഓക്കെ, ഈ ഒരു സംഭവം നടന്നിരുന്നു, ഇതെന്നെ ഇത്രയും വേദനിപ്പിച്ചു. ആ ഒരു അക്നോളജ്മെൻറ്റ്, ഞാൻ നേരത്തെ അക്നോളജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഓക്കെ, സോ ആ ഒരു അക്നോളജ്മെൻ്റ് ആണ് പ്രേക്ഷകർക്ക് ആ ഒരു വേദന, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ടൈം ലൈൻ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. സോ ഇതാണ് പ്രേക്ഷകരുടെ ഇന്നത്തെ ദിവസം. റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം. ബൈ.